പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന ഓഡിയോ സന്ദേശത്തെ തുടർന്ന് ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി മാത്യു കുഴൽനാടൻ എം.എൽ.എ. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നും സത്യസന്ധമായ അന്വേഷണം നടക്കുമെന്നും അദ്ദേഹം മൂവാറ്റുപുഴയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പ്രളയവുമായി ബന്ധപ്പെട്ട മുൻ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഡിയോ സന്ദേശത്തെ തുടർന്ന് സംസ്ഥാന സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മാത്യു കുഴൽനാടൻ എം.എൽ.എ. പ്രതികരണവുമായി രംഗത്ത്. ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായും സത്യസന്ധമായ അന്വേഷണം നടക്കുമെന്നും അദ്ദേഹം മൂവാറ്റുപുഴയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. നമ്മള് ഇതിനു മുമ്പ് ഇതുപോലെ ഇവിടെ തന്നെ വെച്ച് കണ്ട് നമ്മൾ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറഞ്ഞൊരു വിഷയം ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, തെരഞ്ഞെടുപ്പിന്റെ 2 ദിവസങ്ങൾക്ക് മുമ്പാണ് മുൻ മന്ത്രിയായിരുന്ന കൃഷ്ണൻകുട്ടിയുടെ ഓഡിയോ ടേപ്പ് അല്ലെങ്കിൽ ഓഡിയോ സംഭാഷണം നമ്മൾ കേരളത്തിലെ ജനങ്ങളെ കേൾപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നടന്ന വലിയ ക്രമക്കേടും അഴിമതിയും കേരളത്തിലെ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞത്. അതിനെ അന്ന് പ്രതിരോധിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിനെ അന്ന് കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടി പറഞ്ഞിരുന്നത് ഇത് AI വീഡിയോ അല്ലെങ്കിൽ AI ഓഡിയോ ആണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിർമ്മിച്ചതെന്ന് അറിയില്ല, അത് വ്യാജ ഓഡിയോ ആണ് എന്നുള്ള പ്രതികരണം നടത്തി എനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അവർ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ നിയമ നടപടിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു, കാരണം അന്വേഷണം നടക്കട്ടെ എന്നുള്ള നിലപാടാണ് അന്ന് സ്വീകരിച്ചത്. പക്ഷെ ഞാൻ നിയമ നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞെങ്കിലും, നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞെങ്കിലും അതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഒരനക്കവും ഞാൻ കണ്ടില്ല. അപ്പൊ ഇതിൻ്റെ അകത്ത് പൊതുവെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ജനങ്ങളോട് വന്ന് ഒരു കാര്യം പറയും. അപ്പൊ ഞാനൊരു ജനപ്രതിനിധി എന്ന നിലയിൽ, ഒരു MLA എന്ന നിലയിൽ, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് ഈ നിലയിലുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനെ അഴിമതിയും ക്രമക്കേടുമാണ് എന്ന് പറയുന്നു. മറുവശം പറയുന്നു അങ്ങനെ ഉണ്ടായിട്ടില്ല, ഇത് വെറും വ്യാജമായ ഓഡിയോ ആണ് ഞാൻ ജനങ്ങൾക്ക് മുമ്പിൽ വെച്ചത്, അതിന് നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു. പിന്നീട് അതിന്റെ ഒരുപാട് മറ്റു വാർത്തകളും കാര്യങ്ങളും വരുമ്പോൾ ജനങ്ങൾ അത് മറന്നു പോകുന്നു എന്നുള്ളൊരു അവസ്ഥയാണ്. പക്ഷെ ഇപ്പൊ ഒരു സന്തോഷകരമായ കാര്യം, ഒരു തേർഡ് പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി UDFന്റെ സർക്കാരിന് കൊടുക്കുകയും ബഹുമാനായ ആഭ്യന്തരമന്ത്രി ആ കാര്യത്തിൽ സംയോജിതമായി ഇടപെട്ട് ഒരു അന്വേഷണം ഏർപ്പെടുത്തുകയും ചെയ്തു. ഞാൻ ആ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ കാണുന്നത്. കാരണം ഞാൻ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറഞ്ഞ ഒരു കാര്യം വ്യാജമാണെന്നും കള്ളമാണെന്നും ഞാൻ AI വെച്ച് ഉണ്ടാക്കിയതാണെന്നും തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് വേണ്ടിയാണെന്നും CPM-ഉം ഇടതുപക്ഷവും ആരോപിച്ചിരുന്ന ഒരു കാര്യം, അതിന്റെ സത്യസന്ധത ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഓഡിയോ സന്ദേശം പുറത്തുവിട്ട സാഹചര്യത്തിൽ അന്നത്തെ സർക്കാർ തനിക്കെതിരെ വ്യാജ ഓഡിയോ ആണെന്ന് പ്രചരണം നടത്തിയിരുന്നെന്നും തനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പറഞ്ഞിരുന്നു. എന്നാൽ ഇതുവരെ യാതൊരു അനക്കവും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. അന്വേഷണം നടന്ന് അത് ഞാൻ വ്യാജമായി നിർമ്മിച്ചതാണ് എങ്കിൽ എനിക്കെതിരെ നടപടി സ്വീകരിക്കുകയും, അതല്ല ആ ഓഡിയോ ടേപ്പിൽ പറഞ്ഞ ആ ഓഡിയോ ടേപ്പ് ഒറിജിനൽ ആണ് എങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ ക്രിമിനൽ കേസെടുത്ത് അഴിമതി നടന്നിട്ടുണ്ടോ എന്ന കാര്യം വ്യവസ്ഥാപിതമായി UDF സർക്കാർ അന്വേഷിക്കാൻ തയ്യാറാകണം. കാരണം മനുഷ്യനിർമ്മിത പ്രളയം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. എത്രയോ പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു, എത്രയോ കോടാനുകോടി രൂപയുടെ നഷ്ടം സംഭവിച്ചു. നമുക്കെല്ലാം കേരളം മുഴുവൻ അനുഭവിച്ച വലിയ ഒരു ദുരന്തമായിരുന്നു അത്. ഗവൺമെന്റ് ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അദ്ദേഹത്തിന്റെ പ്രതികരണമുണ്ടായി. ജനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി അധികാരത്തിലേറ്റിയ ഒരു സർക്കാരാണ്. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്ന് പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്തം എല്ലാവർക്കും ഉണ്ട്. ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണ് ഇപ്പോഴുള്ളതെന്നും ആ ഉത്തരവാദിത്വം പാലിക്കേണ്ട ബാധ്യത എല്ലാവർക്കുമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എരിതീയിൽ എണ്ണയൊഴിക്കാൻ താനില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. KPCC അധ്യക്ഷ സ്ഥാനത്തിൽ പാർട്ടി ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം. ഇന്ന് തന്നെ സന്ദർശിക്കൂ A1 ടെക്സ്റ്റൈൽസ്, നെഹ്റു പാർക്ക്, മൂവാറ്റുപുഴ.